അരിച്ചെടുത്തു കേട്ടോ. അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നുവെച്ചാൽ തേങ്ങാപ്പാലിൻ്റെ നേരെ ഹാഫ് ക്വാണ്ടിറ്റിയാണ് കേട്ടോ. ഹാഫ് മാത്രം ഒഴിക്കുക. ഹായ്, ഞാൻ ഷമീം. ഇന്നുള്ളത് നല്ല ഒരു മീനിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ഷെഫ് പിള്ളേൻ്റെ നിർവ്വാണ ഒക്കെ പോലെ ഞാൻ മുമ്പ് നിർവ്വാണം ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ മുന്നേ, എനിക്കൊന്ന് ഒരുപാടായി, 1.25 വർഷം, ഒരു വർഷമായിരുന്നു, നമ്മൾ ഓർമ്മയില്ല. എന്തായാലും അതൊക്കെ പോലെ ചെറിയൊരു വേരിയേഷൻ, അതിൻ്റെ സോസിലുള്ള വേരിയേഷനാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മീനിൻ്റെ മാരിനേഷനിൽ ചെറിയൊരു വ്യത്യാസം. അങ്ങനെയുള്ള റെസിപ്പിയാണ്, അടിപൊളി റെസിപ്പിയാണ്. വെച്ചാൽ നമുക്ക് സ്വീറ്റ് ആൻഡ് സ്പൈസി, അതാണ് ഇതിലുള്ള സോസിൻ്റെ ഒരു ടച്ച്. ആ സ്വീറ്റും സ്പൈസിയും കൂടെ കയറുന്ന വെച്ചാൽ പെപ്പർ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു ഫ്ലേവറും പച്ചമുളക് ഉടച്ച് കഴിക്കുമ്പോഴുള്ള ആ ഫ്ലേവറും കൂടിയുള്ള ഒരു ഫ്ലേവറാണ്. നിങ്ങൾക്ക് കഴിക്കേണ്ട മീനുകൾ ഏതൊക്കെ, എന്ത് മീനാണ് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറയാം. അതുപോലെ തന്നെ നിങ്ങൾ അതേ പ്രൊസീജിയറിൽ തന്നെ ഞാൻ പറയുന്ന അതേ മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്തിട്ട് ചപ്പാത്തിൻ്റെ കൂടെയോ അങ്ങനത്തെ സാധനങ്ങൾ, പൊറോട്ടൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയോ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. അപ്പോൾ നമുക്ക് ആ ഉണ്ടാക്കുന്ന പാർട്ടിലേക്കൊക്കെ പോകാം അല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ ഏരി എന്നാണ് കേട്ടോ. ഏരിക്ക് പൊതുവേ വില കുറവാണ്, ഒരു 150, 160 ആ റേഞ്ചിലൊക്കെ കിട്ടും ഒരു കിലോന്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഇതാ എൻ്റെ ഈ പാമ്പ് ഫുള്ളായിട്ട് ഇപ്പുറത്തും പിന്നെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള നല്ല വലിയൊരു വലിപ്പമുള്ള മീൻ. ആ മീനിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. രണ്ട് സൈഡും ഒന്ന് ഉപ്പ്, രണ്ട് സൈഡും ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് എന്താ പറയുക, നന്നായി ഒന്ന് ചെയ്ത് കൊടുക്കണം. ഉള്ളിലെല്ലാം ഉപ്പ് മൊത്തം ഇട്ട് ഇതിൻ്റെ ഉള്ളിലും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, ഈ മൂന്നും കൂടി ഇതാ ചതച്ചെടുത്താണ്. ഇത് രണ്ട് സൈഡും കൂടെ ഇടുക. ഇത് ശരിക്കും ഈ മാരിനേഷൻ കഴിഞ്ഞ് ഇത് കുക്ക് പകുതി ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മളൊരു മിക്സ് കയറുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ശരിക്കും ഹൈലൈറ്റ് കേട്ടോ. നമ്മളെ മുമ്പത്തെ സുരേഷ് പിള്ള ചെയ്ത പോലെ നിർവ്വാണമൊക്കെ പോലെ ഒരു ഭയങ്കര ട്വിസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം. അപ്പോൾ നല്ല 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 ഫ്ലേവർഫുള്ളുമാണ്. അപ്പോൾ എല്ലാ ഭാഗവും ഉള്ളിലും എല്ലായിടത്തും ഇതിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോകുന്ന മാരിനേഷൻ ഇടാം. എന്നുവെച്ചാൽ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് എല്ലാ ഭാഗവും ഒന്ന് ഓയിൽ, വെളിച്ചെണ്ണ ഉപയോഗിക്കണം കേട്ടോ. രണ്ട് സൈഡും നന്നായിട്ട് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുക. മഞ്ഞൾ ഇടണം കേട്ടോ. ഇത്തിരി മഞ്ഞളും മുളക് പൊടിയും മാത്രമാണ്. ഇവിടെ കുറച്ച് മുളക് പൊടിയുണ്ട്, അതിലേക്കൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇവിടുന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇങ്ങനെ മിക്സാക്കിയിട്ട് മൊത്തം ഒന്ന് തേച്ച് കൊടുക്കുക എല്ലാ ഭാഗവും. ഓവറായിട്ട് മസാലകളില്ല, സ്പൈസി നിങ്ങളുടെ ഇതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നുവെച്ചാൽ മുളക് പൊടിയുണ്ട്, കാശ്മീരി ചില്ലി നിങ്ങൾക്ക് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ. എന്നിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയമെങ്കിലും വെക്കണം. അപ്പം തന്നെ ഫ്രൈ ആക്കണ്ട. എല്ലാ ഭാഗവുമായി ഇത് സ്ലോലി ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. സ്പീഡിൽ നല്ല ഹൈയിലാക്കാൻ പാടില്ല, സ്ലോ ഫ്ലെയിമിൽ. ഇത് നമുക്ക് കുറച്ച് സമയം വെക്കാം, ഏകദേശം 1 മണിക്കൂറോളം വെക്കാം. 1 മണിക്കൂറിൻ്റെ അരമണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, റെഡി. ഇനി നമുക്കിത് അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഇതിൽ. അപ്പോൾ ഇനി നമ്മളെ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നോർമലി നമ്മുടെ വെളിച്ചെണ്ണ തന്നെ. വാഴയില എൻ്റെ അടുത്തില്ല കേട്ടോ. ഞാൻ വാഴയിലയിൽ പൊരിക്കുമായിരുന്നു. വാഴയില ഇങ്ങനെ ഇവിടെ പാൻ്റെ മുകളിൽ വെച്ചിട്ട് വാഴയില ഇല്ലാണ്ടായിപ്പോയി. അതുകൊണ്ട് വാഴയില ഇല്ലാതെ നമുക്ക് ഈ പാനിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കാം. അപ്പോൾ മീൻ ഇതിലേക്കൂടെ ഏത് മീനും നമുക്കിപ്പോൾ അയില മുതൽ മുകൾപോട്ട്, അയില, ഇത് ഏരി, അതുപോലെ തന്നെ ചെമ്പല്ലി, ആവോലി, ഇങ്ങനെയുള്ള അയക്കൂറ, ഇങ്ങനെ ഏത് മീനും നമുക്കിത് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല പൊരിയുന്ന കണ്ടില്ലേ, ഇതിനൊക്കെ കുറച്ച് മുളകും കൊടുത്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മീൻ മനസ്സിലായില്ല, അയില മുതൽ മുകൾപോട്ട് ഏത് നല്ല ഫ്ലഷ് ഉള്ള ഇറച്ചിയുള്ള മീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും നന്നായിട്ട് നമുക്ക് ഈ ഒരു ടേസ്റ്റ് കൊണ്ടുവരാൻ പറ്റും. ഇതൊരു ഹാഫ് ഡൺ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് കയറും. ആ മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ ഒരു സോസ് നമുക്ക് തരാൻ പോകുന്നത്. ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് മറിച്ചിട്ടിന് കേട്ടോ. അപ്പോൾ സ്ലോലി നല്ല ലൈറ്റ് ചെറിയ ഫ്ലെയിമിലാണ് ഉള്ളത്. അപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയി നമ്മുടെ എന്താ പറയുക, സ്കിന്നൊക്കെ നല്ല ഫ്രൈ ആയി ക്രിസ്പിയായി വന്ന് കണ്ടു കഴിഞ്ഞാൽ കറിവേപ്പില 2 സൈഡിലിടുക. കറിവേപ്പില മുരിനപാട് നമുക്കിതിലേക്ക് ഇത് കയറാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി വെക്കാം. കറിവേപ്പില മുരിനപാട് നമുക്ക് തേങ്ങാപ്പാൽ ഇതിലേക്ക് വയ്ക്കണം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കേട്ടോ. എന്നിട്ട് ഫ്ലെയിം നല്ല കുറക്കണേ, ഫ്ലെയിം ഓവറാവരുത്. തേങ്ങാപ്പാൽ പിരിയാതെ സ്ലോലി ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഈ മീനിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ആഹാ,
അടിപൊളി. തീ വളരെ സ്ലോയിൽ വെക്കണം, വളരെ സ്ലോയിലേ. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. അളവ് പ്രത്യേകം. 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒഴിക്കേണ്ടത്, അത് കഴിഞ്ഞ് മീനിൻ്റെ മുകളിലേക്ക് ഒഴിക്കരുത്. നല്ല കട്ടിയുള്ള ഇതാ ഞാൻ പൈനാപ്പിൾ, വെള്ളം ഒന്നും ചേർത്തില്ല, മധുരവും പഞ്ചസാര ഒന്നും ചേർത്തില്ല, പൈനാപ്പിൾ ജ്യൂസ് അരച്ചിട്ട് പിന്നെ അരിച്ചെടുത്തു കേട്ടോ. അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നുവെച്ചാൽ തേങ്ങാപ്പാലിൻ്റെ നേരെ ഹാഫ് ക്വാണ്ടിറ്റിയാണ് കേട്ടോ. ഹാഫ് മാത്രം ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അത് മിക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് അത് മിക്സ് ചെയ്യാം. നല്ല കുറച്ച് ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട, അതേ രീതിയിൽ മിക്സ് ചെയ്യുക. പിന്നെ ഒന്ന് സ്ലോലി, വളരെ സ്ലോ ആയിരിക്കണം, നിർബന്ധം, അത് വളരെ നിർബന്ധം. പച്ചമുളക് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ നിർവ്വാണ ഒക്കെ ചെയ്തതുപോലെ തന്നെ, പക്ഷേ സോസ് വളരെ ഡിഫറെൻ്റാണ്. സോസിലുള്ള ഒരു ടേസ്റ്റ് വരാണ്ട്. മിക്സിങ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതാ ഒന്നുമില്ല, ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. കൂടുതൽ മിക്സ് ചെയ്യുന്നില്ല. ഇതാണ് നമ്മളെ സോസ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക എല്ലാ സൈഡും. തീ ഇപ്പോഴും ഞാൻ പറയുന്നത് വളരെ സ്ലോലി ആയിരിക്കണം. ഞാൻ തീ കേട്ടോ അധികം ഇതാകരുത്. ഇനി നമ്മളെ മീനൊക്കെ ഇനി ബാക്കി ഇതിൻ്റെ അകത്തുനിന്ന്, ഇതിൻ്റെ ചൂടിൻ്റെ അകത്തുനിന്ന് ഇനി കുക്കാണ്. നമ്മളെ മീൻ കറി എല്ലാം റെഡി. ഞാൻ ഇപ്പോൾ തീ ഓഫാക്കി ഇട്ടോ. നമ്മൾ ഇത് എന്താ പറയുക, കുറച്ച് സമയം ഇട്ടിട്ടുള്ളൂ, ലൈറ്റായിട്ട്. ഇതാ ഞാൻ ഇപ്പോൾ എന്നിട്ട് ഇതിൻ്റെ സോസിൻ്റെ ജസ്റ്റ് ഒരു ഡിപ്പ് എടുത്തിട്ട് നോക്കി. അടിപൊളി. ആഹാ, ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ പോട്ടെ. അപ്പോൾ പെപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചിട്ടോ. അപ്പോൾ നല്ലൊരു സ്വീറ്റ് ആൻഡ് സ്പൈസി അങ്ങനെ ഒരു ടച്ചാണ് കേട്ടോ. അടിപൊളി ഐറ്റം. അത് കളേഴ്സ് കണ്ടില്ലേ, കുറേ പച്ചയും ചുവപ്പും യെല്ലോ അങ്ങനെ വൈറ്റ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള എല്ലാം മൾട്ടി കളേഴ്സ്. നമുക്ക് ഏത് മീനും ഇങ്ങനെ ചെയ്യട്ടെ. അടിപൊളി. പിന്നെ എന്തായാലും ഇത് ഇതിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ആയിട്ടും കഴിക്കാം. നോക്കട്ടെ എന്താ കിട്ടുന്നത് നോക്കട്ടെ, അതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് അതിന് കഴിക്കുന്ന പാർട്ടിലേക്ക് കാണാം. ഞാൻ ഈ ചട്ടിയോടെ തന്നെ എടുക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ ഡിഷെല്ലാം റെഡി. ഇത് ഞാൻ ചപ്പാത്തി കേട്ടോ, ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നു. അപ്പോൾ ചപ്പാത്തി കൊണ്ട് നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി, സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ഓവർ സ്വീറ്റ് അല്ല, എന്നാലും സ്പൈസി ആയിട്ടുള്ള ചെറിയൊരു കറി. കുറച്ച് പെപ്പർ ആണെങ്കിൽ നമുക്ക് ഫൈനലി കഴിക്കുമ്പോൾ ഒന്ന് ടോപ്പിലിട്ട് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്കിതൊക്കെ കൂട്ടിയിട്ട് കറി, അതുപോലെ തന്നെ മീനും ഇങ്ങനെ രണ്ടും ഉടച്ചെടുത്തിട്ട് എടുത്ത് കഴിക്കട്ടെ. ഡിഫറെൻറ്റ് കോമ്പിനേഷൻ കേട്ടോ. ചപ്പാത്തി എന്നുവെച്ചാൽ മൈദ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് കൂടിയിട്ട് കഴിക്കുമ്പോൾ ചപ്പാത്തി, പൂരി, പൊറോട്ട, നല്ല കോമ്പിനേഷൻ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തോ. പൈനാപ്പിൾ പൊതുവേ നമ്മുടെ കുറേ ഡിഷുകൾക്ക്, ഇപ്പോൾ ചിക്കൻ്റെ എല്ലാം ഡിഷുകൾക്കൊക്കെ കോമ്പിനേഷനുള്ള സാധനമാണ്. ഞാൻ ഇങ്ങനെ തിന്നു തന്നെ കേട്ടോ. ഇങ്ങനെ സോസൊക്കെ ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ മീനും. ആ മീൻ സ്ലോ കുക്ക് ചെയ്തുകൊണ്ടുള്ള ആ ഫ്ലഷിൻ്റെ മൈൽഡ് എഫക്റ്റാണെന്ന് വെച്ചാൽ നമ്മളെ കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് ലൈറ്റായി കിട്ടുന്നു. അതിൻ്റെ കൂടെ ഈ പുറത്തുനിന്നുള്ള പെപ്പറിൻ്റെയും പച്ചമുളക് കിട്ടില്ലേ, അത് ഉടച്ചിട്ട് തന്നെ കൂട്ടണേ. ഉടച്ചിട്ട് ഇങ്ങനെ അപ്പോൾ ഇവിടുന്ന് ഒരു സ്പൈസി കിട്ടാണ്ട്. അത് അടിപൊളി. ആ പച്ചമുളക് ഉടച്ചിട്ടുള്ള സൂപ്പർ. ഞാൻ നേരത്തെ ഉടക്കാൻ വിട്ടു. അപ്പോൾ ഓക്കെ, ഇതെല്ലാവരും ട്രൈ ചെയ്യാം. നല്ല സാധനം. ആ പച്ചമുളക് ഉടച്ചതാണ് ഏറ്റവും ഹൈലൈറ്റ്, ലാസ്റ്റത്തെ ആ മധുരത്തിൻ്റെ ഇടയിൽ നല്ല എരിവ് കയറുമ്പോൾ. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് പറയും. ഞാൻ പറഞ്ഞ ആ മീനുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ഞാനിരുന്ന് വൈൻഡപ്പ് പറയാനും. വീണ്ടും കാണാം, പുതിയ റെസിപ്പികളൊക്കെ ആയിട്ട് കാണാം. ഇനിയും ഞാൻ വരാം. ഓക്കെ, ബൈ.